ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ്. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ്, കോതമംഗലം. കോതമംഗലം വേട്ടാമ്പാറയിലെ ടാർ മിക്സിംഗ് പ്ലാന്റ് താൽക്കാലികമായി അടച്ചു. നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധത്തിനൊടുവിൽ ആന്റണി ജോൺ MLA മുൻകൈയെടുത്ത് നടത്തിയ ചർച്ചയെ തുടർന്നാണ് പ്ലാന്റ് അടയ്ക്കുവാൻ തീരുമാനമെടുത്തത്. ഇതേ തുടർന്ന് നാട്ടുകാർ നടത്തിവന്ന സമരവും അവസാനിപ്പിച്ചു. പിണ്ടിമന ഗ്രാമപഞ്ചായത്തിലെ വേട്ടാമ്പാറയിൽ പ്രവർത്തനമാരംഭിച്ച ടാർ മിക്സിംഗ് പ്ലാന്റാണ് നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് താൽക്കാലികമായി അടച്ചത്. പ്ലാന്റിന്റെ പ്രവർത്തനത്തിനെതിരെ നാട്ടുകാർ സമരസമിതി രൂപീകരിച്ച് ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുകയും ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നുവെങ്കിലും പ്ലാന്റ് രാത്രികാലങ്ങളിൽ പ്രവർത്തിപ്പിക്കുകയും ചെയ്തിരുന്നു. പ്ലാന്റിൽ നിന്നും പുറത്തേക്ക് വന്ന വിഷപ്പുക ശ്വസിച്ച് പ്രദേശവാസികളിൽ പലരും ചികിത്സ തേടുകയും ജനങ്ങൾക്ക് വിവിധ തരത്തിലുള്ള ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകുകയും ചെയ്തതിനെ തുടർന്ന് നാട്ടുകാർ പ്ലാന്റിലെ വാഹനങ്ങൾ തടയുകയും കവാടത്തിൽ പന്തൽ കെട്ടി സമരം ശക്തമാക്കുകയും ചെയ്തിരുന്നു. ജീവിക്കുന്നതന്നെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാ. അവരെ തീരാ രോഗത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ഒരു അമ്മ എന്ന നിലയിൽ ഞാൻ എങ്ങനെ ജീവിക്കാം? അതുപോലെ ഇനി ഇത്ര അമ്മമാരുണ്ട്, അവരെന്തിനു ജീവിക്കണം? പിന്നെ ഇവിടെ നിന്ന് മാറ്റുമല്ല, ഇവിടെ ഞങ്ങൾക്ക് ഈ പ്ലാന്റിന്റെ ദൂഷ്യവശങ്ങൾ ഞങ്ങൾക്ക് അനുഭവിക്കുന്നവരാണ്. ഞങ്ങൾക്ക് ഈ പ്ലാന്റ് ഇവിടെ വേണ്ട. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഇവിടെ ആളുകളുടെ പേരിൽ എടുക്കുന്ന കേസുകളും ഞങ്ങൾക്ക് ഇവിടെ ഭരണഘടന ഞങ്ങൾക്ക് അനുവദിക്കുന്ന ക്ലീൻ എൻവയോൺമെന്റ് ഞങ്ങൾക്ക് ഇവിടെ ലഭിക്കുകയും ചെയ്യാം. കോതമംഗലം MLA ആന്റണി ജോൺ സമരസമിതിയുമായി ചർച്ച നടത്തുകയും വിഷയത്തിൽ അനുകൂലമായ തീരുമാനമെടുക്കാമെന്ന് ഉറപ്പു നൽകിയതായും ഈ സാഹചര്യത്തിൽ പ്ലാന്റിനെതിരെയുള്ള സമരം താൽക്കാലികമായി നിർത്തിവെക്കുന്നതായും സമരസമിതി രക്ഷാധികാരിയും വേട്ടാമ്പാറ സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക വികാരിയുമായ ഫാദർ ജോഷി നിരപ്പേൽ പറഞ്ഞു. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായുള്ള ഈ പ്ലാന്റ് തുടർന്നും ഇവിടെ പ്രവർത്തിക്കാനാണ് തീരുമാനമെങ്കിൽ പൊതുജനം ശക്തമായി പ്രതികരിക്കുമെന്ന് സമരസമിതി കോർഡിനേറ്റർ KU ജോസ് പറഞ്ഞു. സമരസമിതി കൺവീനർ EK ചന്ദ്രൻ, കോർഡിനേറ്റർ ജോസ് KU, ഓമന കുട്ടൻ, സോവി കൃഷ്ണൻ, ജസ്റ്റിൻ ജോസ്, ആൻസി ജോമി, സൗമ്യ പോൾ, KA ജോസഫ്, ജോൺസൺ കറുകപ്പള്ളി തുടങ്ങിയവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. വിപണിയിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് ഈസ്റ്റർ, വിഷു, റംദാൻ ആഘോഷങ്ങളെ വരവേൽക്കാൻ അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു. അറ്റ്ലസ്, അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ.